പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് റമദാൻ മാസമാണ്, നോമ്പെടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ഭക്ഷണവുമായിട്ടും ഡെയിലി ലൈഫുമായിട്ടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. തൊട്ട് മുൻപ് ചെയ്ത 1-2 വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞും ചെയ്തും പോയിരുന്നു. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈ സമയത്ത് പ്രത്യേകിച്ച് ഫോളോ ചെയ്യേണ്ടതായിട്ട് അതിലുണ്ടാവും. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങളെന്ന് പറയുമ്പം നമ്മൾ നോൻപെടുക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വെട്ടിക്കുറച്ചു. പകൽ സമയം മുഴുവനായിട്ടും ഫാസ്റ്റിങ്ങിലൂടെ കടന്നു പോകുന്നൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമലി നമ്മൾ കഴിക്കാൻ ചാൻസ് ഉള്ള ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഓയിലി ഫുഡുകളായിട്ടുള്ള ഐറ്റംസ്, ഒരുപാട് കാർബ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് വളരെ ഒരു ലൈറ്റായിട്ട് കുറച്ച് ഫ്രൂട്ട്സിൽ നിന്നോ അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ജ്യൂസ് കഴിച്ചിട്ടോ ഒക്കെ നിങ്ങൾ നോമ്പ് ബ്രേക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് മാത്രം കഴിച്ച് ശീലിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരുപാട് ഐറ്റംസ് ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും, നോണും അല്ലെങ്കിൽ നെയ്ച്ചോറ്, ബിരിയാണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ ഒരുപാട് കാർബ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കട്ട് ചെയ്യുക. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം കുറച്ച് കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ വരിക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഡൈജഷൻ, നിങ്ങളുടെ എനർജി, ഇതെല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ രാവിലെ നോമ്പ് തുറക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ നേരത്തെയുള്ളൊരു സമയമാണല്ലേ. നമ്മൾ എഴുന്നേറ്റ് വന്ന പാടെ ഒരു ഹെവി ഫുഡിലേക്ക് കടക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പകരം നിങ്ങളുടെ ഫുഡ് നല്ല പ്രോട്ടീൻസും വൈറ്റമിൻസും ഉള്ള നല്ല കുറച്ച് ഫുഡുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരുപാട് ഓവറായിട്ടുള്ള നോൺ വെജും റൈസൊക്കെ കുറേ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ മോശമാവാനുള്ള സാധ്യതയുണ്ട്. പകൽ സമയം നമ്മൾ മൊത്തം ഫാസ്റ്റിങ്ങിലൂടെ കടന്നു പോകുന്നൊരു മെത്തേഡാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പകൽ സമയത്ത് ഒന്ന് ആക്റ്റീവായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും? അപ്പോൾ നോർമലി ഒരു കേസിൽ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് പോകുന്ന ആളുകളാണെങ്കിൽ നോമ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വർക്കൗട്ടൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് മിക്ക ആളുകളും. അല്ലെങ്കിൽ ചില ആളുകൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യാറുണ്ട്, ചില ആളുകൾ കുറയ്ക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ലെവലുള്ള വർക്കൗട്ടിലേക്ക് പോവാതെ, നോമ്പ് നമ്മളൊരു ഫാസ്റ്റിംഗ് ടൈമാണ്, നമുക്ക് വേണ്ടത്ര എനർജി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിലേക്ക് പോവാതെ നിങ്ങൾ അത്രയും നാളും ഫോളോ ചെയ്തുകൊണ്ടുവന്ന റിസൾട്ട് അല്ലെങ്കിൽ ആ ബിൽഡപ്പ് ചെയ്ത കാര്യങ്ങൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ശീലിക്കുക. ലൈറ്റായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക. ജിമ്മിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ആ മസിൽസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുക. ജസ്റ്റ് കുറച്ച് സമയം വർക്കൗട്ട് ചെയ്യുക. ഒരു ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്, ഒരു നോർമൽ വർക്കൗട്ടിലൂടെ കടന്നു ഒരുപാട് ടയേർഡ് ആവാതെ വർക്കൗട്ട് ചെയ്യുക. അത് നമ്മൾ വൈകുന്നേരമാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോമ്പ് തുറക്കുന്നൊരു സമയം കണക്കാക്കി ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് ലൈറ്റായിട്ടുള്ളൊരു ഫുഡൊക്കെ കഴിക്കുമ്പോൾ എല്ലാം ഒന്ന് ഓക്കെ ആവും. രാവിലെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ദിവസം ഒന്ന് ആക്റ്റീവായിരിക്കാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ വർക്കൗട്ടിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം അല്ലേ, ഒരുപാട് നമ്മൾ ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യോഗ എന്ന് പറയുമ്പോൾ. യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരു കൃത്യമായ രീതിയിലൂടെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. നമ്മളിപ്പോൾ ഡെയിലി ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് ആസനാസും പ്രാണായാമം ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഒരു ബണ്ടിലായിട്ട് ദിവസവും ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അതിന് പകരം അതിൻ്റെ കൃത്യമായൊരു പാറ്റേൺ നോക്കുക, കൃത്യമായ രീതിയിൽ കൃത്യമായ ബ്രീത്തിങ് കൊടുത്തുകൊണ്ട് ആ ഒരു ഫീൽഡ് നിങ്ങൾ ദിവസവും നിങ്ങൾ സാധാരണ പോലെ ഇത്രയും നാളും ഫോളോ ചെയ്ത ആളുകളാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ മെഡിറ്റേഷനും പ്രാണായാമമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കുകയല്ല ചെയ്യുന്നത്, എനർജി ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രാണായാമം അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പകൽ സമയത്തൊക്കെ ആക്റ്റീവായിട്ടിരിക്കാൻ, ക്ഷീണമില്ലാതിരിക്കാനൊക്കെ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ദിവസം കുറച്ച് ഉറക്കം കുറഞ്ഞാലും അല്ലെങ്കിൽ ഭക്ഷണം പ്രത്യേകിച്ച് നോമ്പൊക്കെ ആകുമ്പോൾ കഴിക്കാതിരിക്കുന്ന ഒരു സ്റ്റേജാണല്ലോ, അങ്ങനെ വരുമ്പോഴും നമ്മുടെ ബോഡി നമുക്ക് ഈ സാധനയിലൂടെ കിട്ടിയ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആക്റ്റീവായിരിക്കാൻ സാധിക്കും, ക്ഷീണമില്ലാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ദിവസേനയുള്ള പ്രാണായാമം അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള മെഡിറ്റേഷൻസ്, കൃത്യമായ രീതിയിലുള്ള യോഗ, ആസനാസ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ സമയത്തും ഏത് സമയത്തും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ നോർമലി ഇപ്പോൾ നമ്മൾ നോമ്പെടുക്കുന്ന ആളുകളാണെങ്കിലും അതല്ല ഒരു നോർമൽ സ്റ്റേജിലുള്ള ആളുകളാണെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട്, പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് പ്രാണായാംസ്, നാഡീശുദ്ധി പ്രാണായാമം പോലുള്ള പ്രാണായാംസ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് ലഭിക്കുന്നതിന് കാരണമാകും. അതായത് നമുക്ക് ഉറക്കത്തിന് ഒരു ഹാങ് ഓവർ ഇല്ലാത്ത നല്ലൊരു ഉറക്കം നമുക്ക് ലഭിക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കും. അതുപോലെ വൈകുന്നേരം നിങ്ങൾ രാത്രി കഴിക്കുന്ന ഫുഡ് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വൈകുന്നേരം സ്വാഭാവികമായിട്ട് നമ്മൾ നോമ്പ് തുറക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഫുഡ് കഴിക്കും. ചിലപ്പോൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് വീണ്ടും കഴിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ഫുഡിലേക്ക് കിടക്കുക. അതും നൈറ്റ് കഴിക്കുന്ന ഫുഡ് ഏറ്റവും ഒരു ഫ്രഷ് എനർജിയുള്ള ഫുഡാണെങ്കിൽ വളരെ നല്ലതാണ്.
ഇപ്പോൾ വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ സാലഡുകൾ, അതല്ലെങ്കിൽ നമുക്ക് സൂപ്പ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളൊരു പാറ്റേൺ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഹെവി ആയിട്ട് വയറ് നിറച്ച് കഴിക്കാൻ പാകത്തിനുള്ള ഫുഡുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. പ്രോട്ടീൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ആ ഒരു ഇത്രയും നാൾ നമ്മൾ ഫോളോ ചെയ്ത് വന്ന ആ ഒരു ബോഡി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി സാധിക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്തതുകൊണ്ട് മാത്രം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിക്കുന്ന ഫുഡിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഈ സമയത്ത് ശ്രദ്ധിച്ചിരിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുക. രാവിലെ എഴുന്നേറ്റ പാടെ നിസ്കരിക്കുന്ന ആളുകളൊക്കെ നന്നായിട്ട് നിസ്കരിക്കുക. ഈ ഒരു ഫീൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. മാനസികമായിട്ടൊരു ഉയർച്ച വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയുടെ സമയമൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താണോ ചെയ്യുന്നത് അതിൽ മുഴുവനായിട്ടും അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് മുഴുകിയിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഈ നോമ്പിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വർക്കൗട്ടിൻ്റെ കേസ് നമ്മൾ പറഞ്ഞുപോയി, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിനുള്ള വർക്കൗട്ട്സ് മാത്രം ചെയ്തു പോകുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ബാച്ചിലാണെങ്കിൽ പോലും കുറേ ആളുകൾ ബാച്ചിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നോമ്പായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ശരിയാണ്, അവർക്കൊരു അതുമൂലം ഒരു ക്ഷീണമോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നോമ്പിൻ്റെ സമയത്താണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ വർദ്ധിപ്പിക്കാൻ, നിങ്ങൾക്കൊന്ന് ആക്റ്റീവ് ഉഷാറായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇതുമായിട്ടുള്ളൊരു കണക്ഷൻ നമ്മൾ മെൻ്റലി ഫിസിക്കലി ഔട്ട് ആവുന്നുണ്ട്. ഫിസിക്കലി നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരും, തകിടം മറിയും. മെൻ്റലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് നഷ്ടപ്പെടുന്നത് സാധ്യതയുണ്ട്. ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ നല്ല രീതിയിൽ ഒരു ഫ്ലോയിൽ ചെയ്ത് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കുറേ നാൾ ഒരു 1 മന്തോളം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവർക്ക് അതുമായിട്ടുള്ള കണക്ഷൻ പോകും. പിന്നീട് നമ്മൾ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മുൻപുണ്ടായിരുന്ന ഒരു ഫീൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഉയർച്ചയുടെ ഭാഗമാണ് ഈ കാര്യങ്ങളൊക്കെ. ഈ കാര്യങ്ങൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ രീതിയിലുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു കൃത്യമായ ഉറക്കം കൂടി നിർബന്ധമാണ്. നൈറ്റ് കൃത്യമായിട്ടൊരു 7 hours നമ്മൾ ചുരുങ്ങിയത് നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് ഒരു നല്ല ഉറക്കം കിട്ടുന്നതിന് കാരണമാകും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ബാച്ചുകൾ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് യോഗയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും നിങ്ങളുടെ ടെൻഷൻ, ഡിപ്രഷൻ പോലുള്ള സ്റ്റേജ് അല്ലെങ്കിൽ നിലവിലുള്ള മാനസികാവസ്ഥ മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഡേ കാണാം.